ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2025 ജൂലൈയിൽ തുറന്ന രാജ്യത്തെ രണ്ടാമത്തെ വലിയ കേബിൾ പാലം നിലവിൽ വന്ന സംസ്ഥാനം കർണാടകയാണ്. നിർമ്മിച്ചിരിക്കുന്നത് ശിവമോഗ ശരാവതി അണക്കെട്ടിലാണ്. അണക്കെട്ടിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നീളം 2.44 കിലോമീറ്റർ, അത് 2.44 കിലോമീറ്ററാണ്. ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ്. ദേശീയപാത 369 ഇയുടെ ഭാഗം കൂടെയാണ് ഇത്. 2025 ജൂൺ 12 വൻ വിമാനാപകടം സംഭവിച്ച ഇന്ത്യയിലെ വിമാനത്താവളം സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലെ ഗ്വാറ്റിക് പോകുന്ന വിമാനാപകടത്തിൽപ്പെട്ട് 242 മരണം നടന്നു. എയർ ഇന്ത്യ ബോയിങ് 787 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ മരിച്ച മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി. 2025 മെയ്യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളുടെ എണ്ണം 103. ഇതിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ടത് ചിറയൻകീഴും വടകരയും. തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ 9000 കുതിരശക്തി ശേഷിയുള്ള ഇലക്ട്രിക് ട്രെയിൻ ഗുജറാത്തിലെ ദാഹോദിൽ ഫ്ലാഗ് ഓഫ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മേക്കിംഗ് ഇന്ത്യ സംരംഭകത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചതാണ് ഇത്. ചരക്ക് ഗതാഗതം കൂടുതൽ എളുപ്പമാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലം ന്യൂ പാമ്പൻ പാലമാണ്. പാലം ബന്ധിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡപത്തെയും രാമേശ്വരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. പാലത്തിൻ്റെ നീളം 2.8 കിലോമീറ്ററാണ്. നിർമ്മാണ ചെലവ് 535 കോടി രൂപ. നിർമ്മാതാക്കൾ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. പാലം ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-നാണ്. ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ്. ചെന്നൈ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നിലവിൽ വരുന്നത് പരന്തൂര്, കാഞ്ചീപുരം ജില്ലയിലാണ് വിമാനത്താവളം സ്ഥാപിക്കുന്നത്. ചെന്നൈയിലെ രണ്ടാമത്തെ വിമാനത്താവളമാണിത്. മിഷൻ അമൃത് സരോവർ രാജ്യത്തെ ജലസ്രോതസ്സുകൾ സംരക്ഷണത്തിൻ്റെ ഭാഗമായി റെയിൽവേ പാളങ്ങൾക്ക് സമീപം മിച്ചമുള്ള സ്ഥലങ്ങളിൽ ജലസ്രോതസ്സുകൾ നിർമ്മിക്കുക എന്നതാണ് ഈ പദ്ധതി. അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇന്ത്യൻ റെയിൽവേയാണ് നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM മെഷീൻ സ്ഥാപിച്ച ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ് ആണ്. നാസിക്കിലും അൻമദിനും മുംബൈക്കും ഇടയിൽ സർവീസ് നടത്തുന്ന ട്രെയിനാണിത്. ATM മെഷീൻ സ്ഥാപിച്ച ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഹരിതോർജ്ജ ഉൽപ്പാദന മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. പയ്യന്നൂർ ഹരിതോർജ്ജ പദ്ധതിയിൽ നടപ്പിലാക്കിയ സാങ്കേതിക വിദ്യയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. നൂതന സുരക്ഷാ സംവിധാനമായ കൺവേർജ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ഡിവിഷനാണ് മൈസൂരു ഡിവിഷനാണ്. ദക്ഷിണ പശ്ചിമ റെയിൽവേക്ക് കീഴിൽ സ്ഥിതി ചെയ്യുന്നു ഇത്. സുഗമ്യ പദ്ധതി ഭിന്നശേഷിക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണിത്. പദ്ധതിയുടെ ഭാഗമായിട്ട് മൊബൈൽ റാമ്പുകളും വീൽ ചെയറുകളും റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചു. പദ്ധതിയുമായി സഹകരിക്കുന്നത് സ്വർഗ ഫൗണ്ടേഷൻ, ഇന്റർനാഷണൽ ജുവോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ നിലവിൽ വന്നത് മുംബൈയിൽ. ഒരേ സമയം 5 ക്രൂയിസ് ഷിപ്പുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുള്ളതാണ് പുതിയ ടെർമിനൽ. നടത്തിപ്പ് ചുമതല മുംബൈ പോർട്ട് അതോറിറ്റിക്കാണ് നടത്തിപ്പ് ചുമതല. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് സർവീസ് ആരംഭിച്ചത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. അപ്പോൾ വിമാനത്താവളത്തിനകത്ത് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ് ബസ് ആരംഭിച്ചത്. ദോസ്ത് ആപ്പ് റെയിൽവേ ട്രാക്കിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി റെയിൽവേ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ദോസ്ത് എന്നത്. ദോസ്ത് മീൻസ് ഡെലിവറിംഗ് ഒക്യുപേഷണൽ സേഫ്റ്റി ഓൺ ട്രാക്ക് എന്നതാണ്. ജോലി ചെയ്യുന്ന സമയത്ത് ട്രാക്കിൽ കൂടി ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ അലേർട്ട് നൽകുന്ന രീതിയിലാണ് ആപ്പ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം. എവിടെയാണ് കണ്ണപുരം? കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിൽ പാലക്കാട് ഡിവിഷനിലാണ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര, 102 എണ്ണമാണ് കടന്നു പോകുന്നത്. രണ്ടാമത് ഉത്തർപ്രദേശാണ് 90 എണ്ണം. മൂന്നാമത് ബീഹാർ 56 എണ്ണം. നാലാമത് ആന്ധ്രാപ്രദേശ് 55 എണ്ണം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം 12. അപ്പോൾ ദേശീയപാത ദൈർഘ്യത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്, 18,462 കിലോമീറ്റർ. രണ്ടാമത് ഉത്തർപ്രദേശാണ്, 12,123 കിലോമീറ്റർ. അപ്പോൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാൽ 1858 കിലോമീറ്ററാണ്. 1858 കിലോമീറ്റർ. അഹമ്മദാബാദ് വിമാന അപകടം അന്വേഷിക്കുന്നതിന് 2025 ജൂണിൽ നിയമിച്ച 12 അംഗ സമിതിയുടെ ചെയർമാൻ ഗോവിന്ദ് മോഹൻ. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ എയർപോർട്ട് ഏതാണ്? കൊല്ലം എയർപോർട്ടാണ് സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ടഗ് ബോട്ടുകൾ നിർമ്മിക്കുന്നത്
കൊച്ചി ഷിപ്പ്യാർഡ്. എവിടെയാണ്? കൊച്ചി ഷിപ്പ്യാർഡിലാണ്. ഹരിത ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടഗ്ഗുകളാണിവ. 2025 ഏപ്രിൽ ഉദ്ഘാടനം ചെയ്ത അമരാവതി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് അമരാവതി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പൈലറ്റുമാർക്ക് ഇലക്ട്രിക് പേഴ്സണൽ ലൈസൻസ് ലഭ്യമാക്കിയ ലോകത്തിലെ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. എത്രാമത്തെ രാജ്യമാണ്? രണ്ടാമത്തെ രാജ്യം. KSRTCയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ 149. അതാണ് 149. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഗോ ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബംഗളൂരു. എവിടെയാണ്? കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബംഗളൂരു. 2025 ഏപ്രിൽ ഉദ്ഘാടനം ചെയ്ത അമരാവതി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ എയർ ഇന്ത്യ ഉപേക്ഷിക്കുമെന്ന് തീരുമാനിച്ച വിമാന നമ്പർ 171. എത്രയാണ്? 171. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനത്തിൻ്റെ നമ്പർ ഇനി മുതൽ AI-159 എന്നായിരിക്കും. ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ റൂട്ടുകളാണ് തിരുവനന്തപുരം, കൊച്ചി, കൊച്ചി എടപ്പാൾ.